ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യമായിട്ടുള്ള മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തൻ്റെ അനുയായികളെ അല്ലെങ്കിൽ തൻ്റെ ജനങ്ങളെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിലൊക്കെ അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കളോട് പോലും വളരെയധികം കാരുണ്യത്തിൽ പെരുമാറിയിട്ടുള്ള ഒരു പ്രവാചകൻ. സൂറത്ത് അൽ കഹ്ഫിലെ 5-ാമത്തെ ഒരു വചനമുണ്ട്. ആ വചനത്തിൽ അള്ളാഹു റസൂലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതിപ്രകാരമാണ് ഫലഅല്ലക ബാഹിഉൻ നഫ്സക. അങ്ങനെയാണ് ആ ആയത്ത് തുടങ്ങുന്നത്. ഫലഅല്ലക ബാഹിഉൻ നഫ്സക. താങ്കൾ താങ്കളുടെ ജീവിതം തന്നെ ഒരു വേള നശിപ്പിച്ചു കളഞ്ഞേക്കാം. അത് പ്രവാചകൻ അത്യധികം ദുഃഖിതനായിക്കൊണ്ട് ഒരു വേള തൻ്റെ ജീവിതം തന്നെ വെടിഞ്ഞേക്കാം, അല്ലെങ്കിൽ ആ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്നാണ് ഈ ഒരു ആയത്തിലൂടെ പറയുന്നത്. എന്തിൻ്റെ പേരിലാണ് പ്രവാചകൻ ഇത്രമേൽ ദുഃഖിച്ച് ഒരു സ്വന്തം ജീവിതം തന്നെ വെടിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്നതിന് അതിൻ്റെ ശേഷമുള്ള ഭാഗം പറയുന്നുണ്ട്. ഫലഅല്ലക ബാഹിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. അതായത് ഈ ഒരു സന്ദേശം, ഈ ഒരു വിഷയം, വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് പ്രബോധനം ചെയ്ത് ആളുകളുടെ പിന്നാലെ നടന്നിട്ട് അവർ അതിൽ വിശ്വസിക്കാതിരുന്നതിൻ്റെ സങ്കടം മൂലം പ്രവാചകരെ താങ്കളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. അത്രമേൽ പ്രവാചകരെ താങ്കൾ ദുഃഖിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, അത് നാം അറിയുന്നുണ്ട് എന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് പ്രവാചകൻ ഈ ഒരു വിഷയത്തിൽ ഇത്രയേറെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ വിശദീകരണത്തിലൂടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമേൽ ദുഃഖിതനാവാനുള്ള കാരണം അത് ഒരു പ്രബോധനം നടത്തിയിട്ട് ആളുകളുടെ പിന്നാലെ നടന്ന് ആളുകളെ ഇതിലേക്ക് ഇങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവരത് നിരസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പകരം അവരെങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, അവർ വിശ്വാസികളായി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. ഒരു മനുഷ്യനും ഈ സന്ദേശം എത്താതെ നരകത്തിലേക്ക് കടന്നു പോകുന്നത് പ്രവാചകൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രബോധനം ചെയ്യുമ്പോൾ ആളുകൾ ഇത് നിരസിക്കുന്നത് കൊണ്ട് അദ്ദേഹം അത്രമേൽ ദുഃഖിതനായി തീരുന്നു എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
മനുഷ്യരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനതയെ സ്നേഹിച്ചതിന്റെ ആഴം ചരിത്രത്തിലൂടെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ടല്ലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്കുള്ള ഒരു ഹിജ്റയുണ്ട്. പ്രവാചകൻ തന്റെ അനുയായിയായിട്ടുള്ള സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു കൂട്ടിയിട്ട് പോവുകയാണ്. പോകാനുള്ള കാരണം, അതുവരെ പ്രവാചകന് മക്കയിൽ നിന്ന് ലഭിച്ചിരുന്ന 2 താങ്ങുണ്ടായിരുന്നു, തന്നെ സംരക്ഷിച്ചിരുന്ന 2 ആളുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് പ്രവാചകന്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയും രണ്ടാമത്തേത് അബൂ ത്വാലിബുമായിരുന്നു. ഇവർ രണ്ടുപേരും ഒരേ വർഷത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയി. ഈ മരണപ്പെട്ടു പോയപ്പോൾ പ്രവാചകന് മക്കയിൽ നിന്ന് ലഭിച്ചിരുന്ന ഒരു അഭയം ഇല്ലാതാവുകയാണ്. ആ ഒരു വേളയിൽ തന്നെ ആരെങ്കിലും ഒക്കെ സഹായിക്കും എന്നൊരു പ്രതീക്ഷയിൽ പ്രവാചകൻ ത്വായിഫിലേക്ക് പുറപ്പെടുക. എന്താണ് ത്വായിഫിന്റെ പ്രത്യേകത? ത്വായിഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ത്വായിഫ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ നാടാണ്. അപ്പൊ തന്റെ ഉമ്മയുടെ ആളുകൾ, തന്റെ ഉമ്മയുടെ കുടുംബക്കാർ ത്വായിഫിലുണ്ട്, അവർ തന്നെ സഹായിക്കും എന്നുള്ള ഒരു തോന്നലാണ് പ്രവാചകൻ ത്വായിഫിലേക്ക് പുറപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടാണ് ത്വായിഫിലെ ആളുകൾ പെരുമാറിയത്. അവർ അദ്ദേഹത്തെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടി ഓടിച്ചു. ഒരു ഭ്രാന്തനെ റോഡിലൂടെ ആട്ടി ഓടിക്കുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടി ഓടിച്ചു എന്നാണ് ചരിത്രമാണ് പറയുന്നത്. അദ്ദേഹത്തെ ഒരു കല്ലെറിഞ്ഞു. കല്ല് നെറ്റിത്തളത്തിലും കാൽമുട്ടിലും ഒക്കെ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുപോയി. ആ കല്ലേറ് പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പീഡനം ഏൽക്കേണ്ടി വന്നു. അദ്ദേഹം ത്വായിഫിൽ നിന്ന് ഓടിപ്പോയി എന്നാണ്. മറ്റൊരു കാര്യം പറയുന്നത്, ആ ത്വായിഫിലുള്ള ആളുകൾ ആ നാട്ടിലെ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് പ്രവാചകനെ ആട്ടി ഓടിച്ചതെന്നാണ്. അത് എത്രത്തോളം ഒരു അപമാനമുള്ള ഒരു കാര്യം എന്ന് ആലോചിച്ചു നിങ്ങൾ. കാരണം ഒരാളെ നേരിടാൻ, ഒരാള് മറ്റൊരാളുടെ മുഖത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയാണ്, തന്നെ നേരിടാൻ എനിക്ക് മറ്റൊരാളുടെ സഹായമില്ല, 2 കുട്ടികൾ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരാളെ നേരിടാൻ കുട്ടികൾ മതി എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം അപമാനമുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്നത് ത്വായിഫിൽ നിന്ന്. അങ്ങനെ ആട്ടി ഓടിച്ചിട്ട് പ്രവാചകൻ ഒരു തോട്ടത്തിൽ കയറിയിട്ട് അഭയം പ്രാപിക്കുകയാണ്. ആ തോട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കളായിട്ടുള്ള ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടമായിരുന്നു. പ്രവാചകന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഈ കഠിന ശത്രുക്കളായിട്ടുള്ള ആളുകൾ പോലും, അവരുടെ മനസ്സിൽ പോലും പ്രയാസം ഉണ്ടായില്ല. അവര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്തിരി കൊണ്ടുപോയി കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം പ്രവാചകന്റെ ഒരു പ്രയാസം കണ്ട് അവർക്ക് പോലും വിഷമം ഉണ്ടായി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത്രമേൽ പ്രവാചകൻ പ്രയാസപ്പെട്ട ഒരു രംഗം. ഈ ഒരു രംഗം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ ആ ജനതയെ, താങ്കൾ ഇത്രയും ദ്രോഹിച്ചിട്ടുള്ള ആ ജനതയെ ഞാൻ അങ്ങ് നശിപ്പിച്ചു കളയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ യാതൊന്നും പ്രവർത്തിക്കാത്ത അത്രയും ഉത്കൃഷ്ടമായ സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് നാം അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഒരു അനുമതി അവിടെ ഉണ്ടായിരിക്കും എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് അള്ളാഹു പോലും ആ ജനതയെ നശിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്. വേണ്ട ജിബ്രീലെ, അവരെ വിട്ട് കളയാം, അവർക്ക് പുറത്തു കൊടുക്കാം. എന്നിട്ട് പ്രവാചകൻ, ഇത്രമേൽ പീഡനം സഹിച്ച പ്രവാചകൻ ആ ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട്, മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും അത്രമേൽ സങ്കടം സഹിച്ച് കണ്ണീർ വാർന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാപമോചനത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ജിബ്രീലിനോട് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? മറുപടി ഇപ്രകാരമായിരുന്നു: നാളെ ഒന്നെങ്കിൽ ഈ ജനതയോ അല്ലെങ്കിൽ അവരുടെ വരും തലമുറയോ ഇസ്ലാമിലേക്ക് കടന്നു വരാം, ഈ സത്യമാർഗം സ്വീകരിച്ചേക്കാം, അതുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് തന്റെ ജനങ്ങളെ, തന്റെ കൗമിനെ ഇത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ വിഷയം അതല്ല കേട്ടോ, ആ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും തന്റെ ജനതയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പ്രവാചകൻ തന്റെ ജനതയെ കൺമുമ്പിൽ കാണുമ്പോൾ അപലപിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു സഹായവും അവർക്ക് ചെയ്യാൻ പറ്റാതെ അവരെ തള്ളിപ്പറഞ്ഞ് അള്ളാഹുവിനോട് അവരെ കുറിച്ച്
മോശം പറഞ്ഞ് നടന്നു പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ അങ്ങനെ ഒരവസ്ഥ നാളെ വരാനുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നത്. അതെപ്പോഴാണെന്ന് അറിയോ? അത് നടക്കുന്നത് ഇപ്പോഴൊന്നുമല്ല, നാളെ പരലോകത്ത് വെച്ചിട്ടാണ്. സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. ആയത്തിൽ പ്രകാരമാണ് വഖാല റസൂൽ, അന്നേ ദിവസം അല്ലെങ്കിൽ അന്നേ നേരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്താ പറയുന്നത്? റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന. ഇത് അല്ലാഹുവോട് ഒരു പരാതിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്നതാണ്. എന്താണ് പറയുന്നത്? ഇന്ന ഖൗമി, എന്റെ ജനങ്ങൾ, എന്റെ ഉമ്മത്ത്, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന ഈ വിശുദ്ധ ഖുർആനിനെ അല്ലാഹുവേ അവരെ കൈയൊഴിഞ്ഞു പോയല്ലോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ച് അപലപിക്കുന്ന, അല്ലാഹുവോട് സങ്കടം പറയുന്ന ഒരു രംഗം, തന്റെ ജനങ്ങളെ കൈയൊഴിയുന്ന ഒരു രംഗം നാളെ വരാനുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഇവർ ചെയ്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാനുള്ള കാരണം? അത് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഖുർആനിനെ, തന്റെ ജനങ്ങള് അല്ലെങ്കിൽ തന്റെ കൗമ് ഖുർആനിനെ അവഗണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ ഇത്രമേൽ നമ്മൾ സ്നേഹിച്ചിട്ടുള്ള ഈ പ്രവാചകൻ പോലും നാളെ പരലോകത്തെത്തുമ്പോ കൈയൊഴിയുന്ന ഒരു കൂട്ടരാണ് ഖുർആനിനെ അവഗണിച്ചത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കേണ്ടത്. ഈ പറയുന്ന ഈ മഹ്ജൂർ, ഖുർആനിനെ കൈയൊഴിയുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആനുമായി നിരന്തരം ഇടപെടുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മുടെ കീശയിലും ഉണ്ടായിരിക്കും, നമ്മുടെ മൊബൈൽ ഫോണിൽ വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത ഒരു ഫോണും, ഒരു ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു ആപ്പെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു മൊബൈൽ ഫോൺ നമ്മുടെ അടുത്തുണ്ടാവില്ല. അതിന്റെ തഫ്സീറും ഉണ്ടാവും, അതിന്റെ അർത്ഥവും ഉണ്ടാവും, എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഈ പറയുന്ന ഖുർആനിനെ അവഗണിച്ച ആളുകളാണോ എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്നാണ്. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഖുർആനെ അവഗണിച്ചവരാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4-5 ചോദ്യം നിങ്ങളെ സ്വയം ചോദിക്കുക എന്നാണ്. അതുപോലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഖുർആൻ നിങ്ങൾ കൃത്യമായി പാരായണം ചെയ്യുന്നവരാണോ, അതല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് പാരായണം ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുന്നവരാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. അതിന് ഉത്തരം അതെ എന്നാണെങ്കിൽ ഒന്നാമത്തെ കടമ നമ്മൾ കടന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, അത് അള്ളാഹു പറയുന്നത്, അതിൽ ഓരോ ഹർഫ് നിങ്ങൾ പാരായണം ചെയ്താൽ അതിന് 10 പ്രതിഫലമുണ്ട് എന്നാണ്. വെറുതെ നിങ്ങൾ ഇങ്ങനെ ഓതിപ്പോയാൽ മതി, അത് ഓതിപ്പോയാൽ തന്നെ അതിന് പ്രതിഫലം ലഭിക്കും എന്നാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ അത് ഓതാനുള്ള സമയം നമ്മൾ കണ്ടെത്താറുണ്ടോ? എങ്ങനെ പാരായണം ചെയ്യണം? നമ്മൾ തന്നെ കുറച്ച് മുമ്പ് ഒരു കുത്തുബിൽ പറഞ്ഞിരുന്നു, കൃത്യമായി സമയം കണ്ടെത്തിക്കൊണ്ട്, കൃത്യമായി അതിന് നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് എന്നും അത് ഓതാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്താറുണ്ടോ? ഒരുപാട് ഓതണം എന്നൊന്നുമില്ല. ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പേജെങ്കിൽ ഒരു പേജ്, അതല്ലെങ്കിൽ 2 പേജെങ്കിൽ 2 പേജ്, എന്നും അത് മറക്കാതെ ഓതാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്താറുണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളോട് സ്വയം ചോദിക്കേണ്ടത്. ഇനി അതിന് അതെ എന്നാണ് ഉത്തരമെങ്കിൽ രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. ആ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് വിശുദ്ധ ഖുർആൻ? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കലാമുള്ള അള്ളാഹുവിന്റെ സംസാരമാണ് എന്ന് സാധാരണ പറയാറുണ്ട്. നമ്മളോട് അള്ളാഹു സംസാരിക്കുമോ? നേരിട്ട് സംസാരിക്കൂല എന്നതിന്റെ എല്ലാവർക്കും ഉത്തരമുണ്ട്. തിരിച്ച് നമുക്ക് അള്ളാഹുവോട് സംസാരിക്കാൻ പറ്റുമോ? ഇത് രണ്ടിലും അതെ എന്നാണ് ഉത്തരം. അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹുവോട് സംസാരിക്കുന്നുണ്ട്. എപ്രകാരം? അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഈ ലോകത്തുള്ള മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങളാണ്. അതായത് അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. തിരിച്ച് അള്ളാഹുവോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്? അള്ളാഹുവോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളതാണ്. നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവോട് അങ്ങോട്ട് സംസാരിക്കുന്ന സംസാരമാണ്. അപ്പൊ ഇതുപോലെ അതിലുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ട്, ഇപ്പോ അള്ളാഹു നമ്മോട് സംസാരിക്കും എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിൽ നമുക്ക് വേണ്ടേ? അതറിയണ്ടേ? അതറിയാൻ നമ്മൾ ശ്രമിച്ചു
ശ്രമിച്ചിട്ടുണ്ടോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതിനും അതെ എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൽ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് ഓരോ ആയത്തും ഇറങ്ങുമ്പോൾ സന്ദർഭം എന്താണ്, അത് ഏതൊരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെയുള്ള ആശയം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിന്റെയും ഉത്തരം അതെ എന്നാണ് എന്നുണ്ടെങ്കിൽ നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക. ആ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ആ വിശുദ്ധ ഖുർആൻ നമ്മൾ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരം അതെ എന്നാണ് എന്നുണ്ടെങ്കിൽ അഞ്ചാമതൊരു ചോദ്യം കൂടി ചോദിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് അവിടെയാണ് പലപ്പോഴും നമ്മളൊക്കെ തോറ്റ് പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 6000-ഓളം ആയത്തുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ 6000-ഓളം ആയത്തുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരായത്ത് നമ്മളോട് പറയാൻ പറഞ്ഞാൽ അതിന് പറയാൻ നമുക്ക് സാധിക്കും. അവിടെ എത്തും നമ്മളും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആശയം മനസ്സിലാക്കി ഓരോ ആയത്തിന്റെയും ആശയം മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടാണ് പല പണ്ഡിതന്മാർ പല പ്രമുഖരും സ്വഹാബിമാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഉമർ ഇബ്നു ഖത്താബിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു വേള ഇസ്ലാം സ്വീകരിക്കാത്ത വലീദ് ഇബ്നു മുഗീറ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നത് അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന അതിപ്രശസ്തനായ കവികളിൽ ഒരാളായിരുന്നു. ഇസ്ലാമിന്റെ ശത്രുവുമായിരുന്നു. വലീദിനെ എല്ലാവരും ഇങ്ങനെ ഒരു സംഗമം കൂടിയിട്ട് വലീദിനെ പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് എന്തിനാണെന്നറിയോ? വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് അതിന് ബദലായിക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് കാരണം വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. വലീദ് അതിനും പകരമായിട്ട് നീ എന്തെങ്കിലും ഒന്ന് എഴുതിക്കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് വലീദിനെ പറഞ്ഞയക്കാണ്. വലീദ് പ്രവാചകന്റെ അടുത്തിലേക്ക് പോയി. അത് രഹസ്യമായിട്ടാണ് പോയി എന്നും പരസ്യമായിട്ടാണ് പോയി എന്നും ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി എങ്ങനെ പോയാലും വലീദ് പോയിട്ട് എന്ത് ചെയ്യാണ്? വലീദ് പോയിട്ട് പ്രവാചകന്റെ അടുത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ കേട്ടു. വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് അയാൾ തിരിച്ചു പോയിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് അയാൾ തിരിച്ചു പോയിട്ട് പറയുന്നത് ഇത് മനുഷ്യരുടെ വാക്കുകളല്ല എന്നാണ്. ഇത് മനുഷ്യരുടെ വാക്കുകളല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ആദ്യത്തിൽ സത്യമുണ്ട്, ഇതിന്റെ നടുവിലും സത്യമുണ്ട്, ഇതിന്റെ അവസാനത്തിലും സത്യമുണ്ട് എന്നാണ്. അതായത് വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് വലീദിന്റെ നാവിലൂടെ പോലും അള്ളാഹു പ്രഖ്യാപിക്കണം. പക്ഷെ മനുഷ്യൻ മരിപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അതായത് ഇസ്ലാമിന്റെ ശത്രുവായുള്ള ഒരു മനുഷ്യനെ പോലും സ്വാധീനിക്കാൻ മാത്രം ഈ ഖുർആന് സാധിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ഇത് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളോട് പറയാം ഏറ്റവും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിങ്ങനെ ഓതുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റം വരുത്തും എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരായത്ത് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറയാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ വിഷയം. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഞാൻ ഒരിക്കൽ കേട്ടത്, ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ആ പാരായണം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള വചനങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കും. അള്ളാഹു തന്നെയുള്ള റഹ്മത്തുകളെ കുറിച്ച് ആ മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കുമെന്നാണ്. കുറച്ചും കൂടി ഇങ്ങനെ ഓതുന്ന സമയത്ത് പരലോകത്തെ കുറിച്ച് വരും. പരലോകത്തെ കുറിച്ചുള്ള ആയത്തുകൾ വരുന്ന സമയത്ത് ഓത് നിർത്തിയിട്ട് പരലോകത്തെ കുറിച്ചുള്ള ആയത്തുകൾ വരുമ്പോൾ പരലോകത്തിലെ വിചാരണയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമെന്നാണ്. വീണ്ടും ഇങ്ങനെ ഓതും. സ്വർഗത്തെ കുറിച്ചുള്ള ആയത്തുകൾ വരും. ഖുർആൻ ഓത്ത് നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? സ്വർഗപ്രവേശനം തനിക്ക് നൽകണേ എന്ന് എന്ത് ചെയ്യും? ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമെന്നാണ്. കുറച്ചും കൂടി അങ്ങനെ ഓതി കഴിയുമ്പോ നരകത്തെ കുറിച്ചുള്ള ആയത്തുകൾ വരും. ആയത്ത് ഓതിയിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണേ എന്ന്. സ്വാലിഹായ അടിമകളെ കുറിച്ച് പറയുമ്പോ സ്വാലിഹായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന മനുഷ്യൻ പ്രാർത്ഥിക്കും. ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചും അക്രമികളെ കുറിച്ചും പറയുമ്പോൾ ആ അക്രമികളുടെ കൂട്ടത്തിൽ തങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ആയത്തുകൾ വരുമ്പോൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമെന്നാണ്. ഈ രൂപത്തിൽ എത്ര പേർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്? അതല്ലെങ്കിൽ അതിനെ അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും എന്തിനാ മതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. 2, അതിന്റെ ആ അർത്ഥം പഠിക്കാൻ. രണ്ടാമത്തെ ഘട്ടമാണെന്ന് പറയുന്നതാണ്. അതിലെ അർത്ഥം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പറയുന്ന ഒരു വിശുദ്ധ ഖുർആൻ എടുത്താൽ 600 പേജ് ഉണ്ടെങ്കിൽ ആ 600 പേജ് ഒരു നോവൽ വായിച്ചു തീർക്കുന്നത് പോലെ വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ.
ഉണ്ടായിരിക്കും. പക്ഷെ അത്തരം ആളുകൾക്ക് ഈ ജീവിതത്തിന്റെ 20, 30, 40, 50 അല്ലെങ്കിൽ 60 വർഷത്തിനിടയിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പരാതി ആരോട് പോയിട്ടാണ് നമ്മൾ പറയുക? ഇനിയോ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ആയത്തിന്റെ മുഴുവനായിട്ട് നിങ്ങൾ അതിന്റെ ആശയം അർത്ഥം മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കടന്ന കൈയായിട്ട് ഓരോ ആയത്തിനെയും നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ച് വരുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നാലാമതായിട്ട് പറയുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ അത് വിശുദ്ധ ഖുർആനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്റെ ജീവിതത്തിൽ അങ്ങനെ അങ്ങേയറ്റം പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനെ കൈയൊഴിയാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുകയുള്ളൂ എന്നും നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സൂറത്ത് ജുമുഅയിലെ 65-ാം അധ്യായം സൂറത്ത് ജുമുഅയിലെ 5-ാമത്തെ വചനമുണ്ട്. ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണിത്. ആയത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത് സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത്, അത് തൗറാത്ത് വഹിക്കാൻ ചുമതല ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ അവസ്ഥ അല്ലെങ്കിൽ ഉദാഹരണം എന്ന് പറയുന്നത്, വഹിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് പിൻപറ്റുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് തൗറാത്ത് സ്വീകരിക്കാനും അത് പിൻപറ്റാനും ചുമതല ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ടോ അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമ, ഉപമ എന്ന് പറയുന്നത് കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ഒരു കഴുതയുടെ പുറത്ത് എത്ര വിലപിടിപ്പുള്ള സംഗതി കയറ്റി വെച്ചാലും ശരി, ഇപ്പൊ സ്വർണ്ണോ വജ്രോ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ശരി, ആ കഴുതയുടെ പുറത്തത് കയറ്റി വെച്ചാൽ കഴുതക്ക് അതിന്റെ മൂല്യം തിരിച്ചറിയണമെന്നില്ല. ഇതേപോലെ ആയി മാറരുത്, അല്ലെങ്കിൽ ഇതുപോലെ ആര് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് തൗറാത്തിന്റെ അനുയായികൾ മാറിയിട്ടുണ്ടായിരുന്നു. ജൂതന്മാരെ അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ആ പറയുന്ന തൗറാത്ത് അവർ അടച്ചു വെക്കുകയും അതിന്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാതെ അവരങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അവരുടെ ഉദാഹരണമാണ് അല്ലാഹു പറയുന്നത്. അവർ എന്തുപോലെയായിരുന്നു? ഗ്രന്ഥം പേറുന്ന കഴുതകളെ പോലെയായിരുന്നു എന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രന്ഥം പേറുന്ന കഴുതകളായിട്ട് തൗറാത്തിന്റെ അനുയായികൾ മാറിയതുപോലെ വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ യാതൊരു കാരണവശാലും മാറാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ പറയുന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ വെറും ചുമക്കുന്ന ആളുകളായിട്ട് എങ്ങനെയാണ് നമ്മൾ മാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ എല്ലാ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്, നമ്മുടെ ഫോണിലുണ്ട്, നമ്മുടെ ഷോക്കേസുകളിലുണ്ട്, നമ്മുടെ അൽമാറകളിലുണ്ട്. റമദാനാവുമ്പോൾ പൊടി തട്ടിയെടുക്കും, കൃത്യമായിട്ട് നമ്മളത് പാരായണം ചെയ്യും. പക്ഷേ ഇതിന്റെ ഉള്ളിലുള്ള ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഈ പറയുന്ന ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആശയം എന്താണ് എന്ന് ഒരിക്കൽ പോലും മനസ്സിലാക്കാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് പറയുന്നത് കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് നിങ്ങൾ എന്നത്. ആയത്തിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി ഓതാൻ പറ്റും. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത് എന്ന് പറഞ്ഞെടുത്ത് മസലുല്ലദീന ഹുമ്മിലുൽ ഖുർആൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം ഖുർആൻ ചുമക്കാൻ അല്ലെങ്കിൽ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ചുമതല ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ട് അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആന്റെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തണം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുത്തുബയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു, ഏത് കാലം മുതലാണോ മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആൻ കൈയൊഴിയാൻ തുടങ്ങിയത്, അക്കാലം മുതൽ മുസ്ലിങ്ങൾക്ക് അപകടവും അക്രമവും, മുസ്ലിങ്ങൾക്കെതിരെ അക്രമവും വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. എന്ന് മുതൽ വിശുദ്ധ ഖുർആനിന്റെ ആശയം മാറ്റി വെച്ചിട്ട് മറ്റാശയങ്ങൾ ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങിയോ, അന്നു മുതൽ മുസ്ലിങ്ങൾക്ക് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലേക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് പാരായണം ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം അത് പാരായണം ചെയ്യാത്ത ആളോട് പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
അത് കൃത്യമായിട്ട് പാരായണം ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തുന്നു എന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അർത്ഥം വായിക്കാനും അതിന്റെ തഫ്സീറുകൾ പഠിക്കാനുമുള്ള ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ ഇപ്പൊ പണ്ടൊക്കെ പ്രവാചകന്റെ കാലത്തൊക്കെ പണ്ഡിതന്മാർക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ഒരു പഠന രീതിയുണ്ട്. ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരായത്തോടും ആ ആയത്തിന്റെ വിശദീകരണം ഒരാൾ പറയും, അത് ഒരാൾ ഓതി കഴിയുമ്പോൾ ഒരാൾ ഒരു വിശദീകരണം പറയും. അതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അയാളുടെ ആശയം ആള് പറയും, മൂന്നാമത്തെ ആള് മറ്റു രീതിയിലാണ് പറയാം. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം സത്യമായിരിക്കുകയും ചെയ്യും. കാരണം വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണോ അത് മനസ്സിലാക്കുന്നത്, അവർക്ക് ഏത് രീതിയിലാണോ അത് സ്വാധീനം ചെലുത്തുന്നത്, ആ രീതിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ലോകത്തൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ വിശുദ്ധ ഖുർആനും ശാസ്ത്രവും എന്ന് പറയുന്നത്. നോക്കിയപ്പോൾ നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആളുകൾ ഏതൊക്കെ വിഷയത്തിലുണ്ടോ, ഏതൊക്കെ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആ ആളുകളെ എല്ലാം അഭിസംബോധന ചെയ്യാനോ അല്ലെങ്കിൽ ആകർഷിക്കാനോ വിശുദ്ധ ഖുർആൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് വിശുദ്ധ ഖുർആൻ വളരെ വലിയൊരു ചരിത്ര ഗ്രന്ഥമാണ്. ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സാഹിത്യ ഗ്രന്ഥമാണ്. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് ശാസ്ത്രത്തിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വിശുദ്ധ ഖുർആൻ സഹായമാകുന്നു എന്നുള്ളതാണ്. ഇനി ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരാൾക്ക് പോലും വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. നിങ്ങളൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിശുദ്ധ ഖുർആനിൽ എത്ര തന്നെ രാവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത്ര തന്നെ പകല് എന്നും പറഞ്ഞിട്ടുണ്ട്. മാസങ്ങളുടെ എണ്ണം പറയുന്നത് 12 എണ്ണം. ആഴ്ചകളുടെ എണ്ണം വിശുദ്ധ ഖുർആനിൽ പറയുന്നത് 7 എണ്ണം. അതായത് ഇത്തരത്തിൽ ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പോലും അവരെ എല്ലാം ആകർഷിക്കാൻ വിശുദ്ധ ഖുർആന് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതുപോലെ നമ്മൾക്ക് ഇതിൽ ഏത് വിഷയമാണ് താല്പര്യമെങ്കിൽ ആ വിഷയമെങ്കിലും മുൻകൂർ നിർത്തിക്കൊണ്ട് ഇത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അത്തരത്തിൽ വിശുദ്ധ ഖുർആനെ പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു താല്പര്യവും പടച്ചവർക്ക് നാം ഏവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അവസാനമായിട്ട് ഒരു ഹദീസ് കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള അതിപ്രഗൽഭനായിട്ടുള്ള സ്വഹാബിയായിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, അതിനപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യനില്ല, അത്രയും ഉത്തമനായിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് മൻ തഅല്ലമൽ ഖുർആൻ, അത് ഖുർആൻ പഠിക്കുന്ന ആളാണ്. വഅല്ലമഹ, അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഈ ഹദീസിൽ, കാരണം അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് അത് ഖുർആൻ പഠിക്കുന്ന ആളാണ്. ഖുർആൻ ഓതുന്ന ആള് നല്ല പറയുന്നത്, ഖുർആൻ പഠിക്കുന്ന ആള് എന്ന് തന്നെയാണ് പ്രത്യേകം പറയുന്നത്. അല്ലമ എന്ന് പറഞ്ഞാൽ അലിമ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അത് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത്. ഇനിയോ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ പല ആളുകൾക്കും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഈ ഖുർആനും ഇസ്ലാമും ഒക്കെ പഠിപ്പിക്കാൻ ചില ആളുകൾക്ക് മാത്രമേ അനുവാദമുള്ളൂ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ വളരെ തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ എന്താണോ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് നമുക്കറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റും. നമ്മളൊരു ആയത്ത് പഠിച്ചു, അതിന്റെ അർത്ഥം നമ്മൾ വീട്ടിലുള്ള ആളുകളുമായിട്ട് പങ്കുവെക്കാൻ പറ്റും, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റും, കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പറ്റും. അങ്ങനെ അത് എന്ത് ചെയ്യുകയും ചെയ്യണം, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ആശയങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഈ ഒരു ഹദീസിന്റെ ആശയം. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, കാരണം വളരെ ലളിതമായ ഒരു ഭാഷയിലാണ് ആ ഹദീസ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്.
അപ്പൊ ഇത്തരത്തില് ഖുർആൻ പഠിക്കുന്ന ആളുകളായിട്ട്, അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അത് മാറുമ്പോൾ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു ഇസ്സത്ത് ഉണ്ടല്ലോ, അത് മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കഴിഞ്ഞ മുത്തുബയിൽ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ അധികാരം ലഭിച്ചേക്കാം, മുസ്ലിങ്ങൾക്ക് ചിലപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിച്ചേക്കാം. ഇപ്പൊ ലോകത്ത് ഒരു കാലത്ത് മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമായിട്ടൊന്നുമില്ല, ഇന്ത്യയിലായിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും വന്നിട്ടില്ല. എന്നിട്ട് പോലും എത്ര വർഷത്തോളം ഇവിടെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്? ചരിത്രം നമ്മൾ പറയണ്ടല്ലോ, എത്ര വർഷത്തോളം ഇവിടെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് സാധിക്കണില്ല? ഇന്ന് പേരിന് ഒരു മുസ്ലിം പേരുള്ള ഒരു മന്ത്രി പോലും നമ്മുടെ പാർലമെന്റിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഒറ്റതേ ഉള്ളൂ, നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു നടക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളാക്കിയിട്ട് പടച്ചറപ്പ് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് നാഥ. എല്ലാവരുടെയും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ചു തരാനേ തമ്പുരാനെ. മുസ്ലിങ്ങളായതിന്റെ ഒറ്റ പേരിൽ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും നാഥ നീ ഇല്ലാതാക്കി കൊടുക്കണമേ. മുസ്ലിങ്ങൾക്ക് നീ വിജയം നൽകണമേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.